मैम सदन में फिर हंगामा ऐसा है। मैम सदन में फिर हंगामा ऐसा है। കഴിഞ്ഞ ദിവസമാണ് കങ്കണ റാണൌത്ത് എനിക്ക് ഒരു സംഘ് പരിവാർ തികഞ്ഞ സംഘ് പരിവാർ പ്രവർത്തക ആവണമെന്നുള്ള അവരുടെ ആഗ്രഹം അവർ വെളിപ്പെടുത്തിയത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരു പക്ക വർഗീയവാദിയുടെ റോളിൽ ഈ കങ്കണ റാണൌത്ത് ഇന്ത്യയിൽ ഒന്നടങ്കം അങ്ങോട്ടും ഇങ്ങോട്ടും പല ചർച്ചകളിൽ ഇടം പിടിച്ചിട്ടുമുണ്ട്. ഈ കഴിഞ്ഞ ജന്തർ മന്ദിറിൽ വിദ്യാർത്ഥികൾ പ്രക്ഷോഭം നടത്തിയപ്പോൾ ആ വിദ്യാർത്ഥികൾക്ക് നേരെ ഗട്ടർ ജനറേഷൻ എന്നുള്ള വൃത്തികെട്ട നെറികെട്ട ഒരു ഭാഷാ പ്രയോഗം വരെ ഈ കങ്കണ റണൌട്ട് നടത്തി. ഇന്നിപ്പോൾ ഇവരുടെ ഒരു ബാഗ് വലിയ ചർച്ചയാവുകയാണ്. ആ ബാഗ് എന്ന് പറയുന്നത് ഫ്രഞ്ച് ഫാഷൻ ബ്രാൻഡായ ഹെർമസിൻ്റെ ഹെർബാഗ് മെസ്സഞ്ചർ 39 എന്ന് പറയുന്ന ഒരു ബാഗാണ്. ഹെർബാഗ് മെസ്സഞ്ചർ 39 എന്ന് പറയുന്ന ഒരു മോഡൽ ബാഗ്. ഈ ബാഗ് വലിയ അർത്ഥത്തിൽ ചർച്ചയാവുകയാണ്. അത് ചർച്ചയാവാനുണ്ടായ കാരണമെന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല. ചർച്ചയാവാനുണ്ടായ കാരണമെന്ന് പറയുന്നത് അതിൻ്റെ വില മാത്രമല്ല അത് ചർച്ചയാക്കപ്പെടുന്നത്, ആ ബാഗ് എന്തുകൊണ്ട് നിർമ്മിച്ചു എന്നുള്ളതാണ്. അത് ഏത് റോ മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ആ ബാഗ് നിർമ്മിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ വലിയ ചർച്ച. അത് നിർമ്മിക്കാൻ ഈ ഹെർബാഗ് മെസ്സഞ്ചർ 39 എന്ന് പറയുന്ന മോഡൽ ബാഗ് നിർമ്മിക്കാൻ നിർമ്മാതാക്കൾ തന്നെ പറയുന്നു, അവരവകാശപ്പെടുന്നത് ഇത് പശുവിൻ്റെ തോലിനാൽ നിർമ്മിക്കപ്പെട്ടത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഗോമാതാവിൻ്റെ തോലിനാൽ നിർമ്മിക്കപ്പെട്ടത്. നിങ്ങൾ ആലോചിക്കണം, ഗോമാതാവിൻ്റെ തോല് കൊണ്ടുണ്ടാക്കിയ ബാഗുമായിട്ട് സംഘ് പരിവാറിൻ്റെ പാർലമെന്റ് അംഗം രാജ്യത്തെ പാർലമെന്റിൽ വന്നിരിക്കുന്നു. എന്നാൽ ഈ ഗോമാതാവിൻ്റെ മാംസം കൈവശം വെച്ചു, അത് വിൽപ്പന നടത്തി, അത് ഭക്ഷിച്ചു എന്നതിൻ്റെ പേരിൽ രാജ്യത്ത് ആൾക്കൂട്ട ആക്രമണങ്ങൾ, ആൾക്കൂട്ട കൊലപാതകങ്ങൾ, കേസുകൾ. എന്തിന്? കഴിഞ്ഞ ദിവസം UP-യിൽ ഒരു വീട്ടിലെ 3 സ്ത്രീകളെയാണ് അറസ്റ്റ് ചെയ്തത്. എന്തിനാ? ബീഫ് പാചകം ചെയ്തു എന്നുള്ള പേരിലാണ് കേട്ടോ. എന്നാൽ ഇതേ ബീഫ് കയറ്റുമതി ചെയ്യുന്നതിൽ ലോകത്ത് 1 or 2 മുൻപന്തിയിൽ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യമുണ്ട്. ഇതേ ബീഫ് കയറ്റുമതി ചെയ്യുന്ന കോർപ്പറേറ്റ് അറവുശാലകളിൽ നിന്ന് BJP കോടിക്കണക്കിന് രൂപ സംഭാവനയായിട്ട് സ്വീകരിക്കുന്നുമുണ്ട്. പറയുന്നത് സംഭാവനയാണെന്നാണ്, പക്ഷേ ഇത് എക്സാക്ട്ലി ഈ വാങ്ങുന്ന പണം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഷെയർ ആണ്. കാരണം BJPയുടെ ബിനാമി സ്ഥാപനങ്ങളാണ് രാജ്യത്ത് ഈ ബീഫ് എക്സ്പോർട്ടിംഗ് കമ്പനികൾ നടത്തുന്ന കോർപ്പറേറ്റുകൾ എന്ന് പറയുന്നത്. അവിടെ നിൽക്കട്ടെ. അപ്പോൾ കങ്കണയുടെ ഗോമാതാവിൻ്റെ തോല് കൊണ്ടുണ്ടാക്കിയ ബാഗ്, ആ ബാഗ് ചർച്ചയാകും അല്ലേ? ഇപ്പം കഴിഞ്ഞ ദിവസം കങ്കണ മറ്റൊരു ബാഗുമായി വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ ആ ഒരു വൈറ്റും ബ്രൗൺ കളറിലും കാണുന്ന ആ വീഡിയോയിൽ കാണുന്ന ആ ബാഗാണ് ഞാൻ പറഞ്ഞ ഹെർബാഗ് മെസ്സഞ്ചർ 39 എന്ന് പറയുന്ന മോഡൽ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിലെത്തിയ കങ്കണ, ആ കങ്കണയുടെ ഒരു കുട, ആ കുടയുടെ വിലയാണ് 6100 രൂപ. വാച്ച് 21 ലക്ഷത്തിൻ്റെ, ബാഗ് 35 ലാഖിൻ്റെ. ഇവിടെ അവരുപയോഗിക്കുന്ന ലക്ഷറി ഉൽപ്പന്നങ്ങൾ ചർച്ചയാക്കപ്പെടുന്നതിൽ അപ്പുറം ഇവർ പറയുന്ന രാഷ്ട്രീയവും, ഇവർ ഈ കാരണങ്ങളൊക്കെ പറഞ്ഞ് രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളെ നിരന്തരമായി വേട്ടയാടുകയും ആക്രമിച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുന്ന സംഘ് പരിവാറിൻ്റെ ഭാഗമായിട്ടുള്ള കങ്കണ റണൌത്ത്
ഈ പറയുന്ന ഗോമാതാവിൻ്റെ തോല് കൊണ്ടുള്ള ബാഗ് ഉപയോഗിച്ച് രാജ്യത്തിൻ്റെ പാർലമെൻറ്റിലെത്തുന്നു. എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കിയേ നിങ്ങൾ. പറയുന്നതൊന്ന്, ചെയ്യുന്നത് മറ്റൊന്ന്. ഇതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇവരുടെ മറ്റൊരു MP ഉണ്ടല്ലോ, അനുരാഗ് ഠാക്കൂർ. ആ ഠാക്കൂർ പാർലമെൻറ്റിൽ ധരിച്ച ഒരു ബെൽറ്റ്, ലൂയിസ് വിറ്റൻ്റെ ഒരു ബെൽറ്റ്, ആ ബെൽറ്റും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. കാരണം എന്താ, ആ ബെൽറ്റും ഇതുപോലെ ഗോമാതാവിൻ്റെ തോല് കൊണ്ടുണ്ടാക്കുന്ന ബെൽറ്റായിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ പറച്ചിലുകൾ ഒരു ഭാഗത്ത്, പ്രവൃത്തി മറ്റൊരു ഭാഗത്ത്. സാധാരണക്കാരെ സ്പോൺസർ ചെയ്ത് രാജ്യത്ത് ഗോമാതാവിൻ്റെ പേരിൽ കലാപങ്ങൾ അയച്ചു വിട്ട് രാജ്യത്തെ പൗരന്മാരെ കൊന്നൊടുക്കുകയും ആക്രമിക്കുകയും അവരുടെ പേരിൽ കേസുകൾ എടുക്കുകയും അവർക്കെതിരെ നിയമ നടപടി എടുക്കുകയും ഒക്കെ ചെയ്യുന്ന സംഘ് പരിവാർ ഗവൺമെൻറ്റുകളുള്ള രാജ്യത്ത് അതേ സംഘ് പരിവാർ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു MP ഈ പറയുന്ന പശുവിൻ്റെ തോലിനാൽ നിർമ്മിക്കപ്പെട്ട ബാഗ് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത്, അതിലെ ഔചിത്യം എത്രത്തോളമാണ് എന്നുള്ളത് ഒരർത്ഥത്തിലും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹെർമസ് തന്നെ നിർമ്മാതാക്കളായ ഫ്രഞ്ച് ബ്രാൻഡ്, ഫാഷൻ ബ്രാൻഡ് തന്നെ പറയുന്നു ഇത് പശുവിൻ്റെ തോലിനാൽ നിർമ്മിച്ചതാണ് എന്ന്. അപ്പോൾ പശുവിൻ്റെ തോലിനാൽ നിർമ്മിച്ച ബാഗ് ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ, പശുവിൻ്റെ തോലെന്ന് പറയുന്നത് ആകാശത്ത് നിന്ന് തോലായിട്ട് പൊട്ടി വീഴുന്ന സാധനമില്ലല്ലോ. എന്താണ് പിന്നെ അത് പശുവിനെ അറുത്ത് പശുവിൻ്റെ മാംസം ഭക്ഷിച്ച് വേസ്റ്റുകളെല്ലാം വേസ്റ്റിൽ കൊണ്ടുപോയി തള്ളി ആ തോല്, ആ പശുവിൻ്റെ തോല് അത് പ്രോസസ്സ് ചെയ്ത് അതിനാൽ നിർമ്മിക്കുന്ന ബാഗ്, ആ ബാഗ് ഉപയോഗിക്കാമെന്നാണ്, അല്ലെങ്കിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ പശുവും ഗോമാതാവും സനാതനവും ഒക്കെ, സനാതന ധർമ്മങ്ങളുമൊക്കെ നിരന്തരം പറയുകയും പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി പാർലമെൻറ്റിലും പൊതുവേദികളിലും ഇനി രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഇതിനു വേണ്ടി പണിയെടുക്കുകയും ഇതിൻ്റെ പേരിൽ ആളുകളെ വലിയ രീതിയിൽ പ്രകോപിതരാക്കുകയും അവരുടെ എന്താ പറയണ്ടേ ഒരു വികാരം ഉണർത്തി വിടുക, അല്ലേ, ഇതിൻ്റെ പേരിൽ ആളുകളെ സംഘടിപ്പിക്കുക, കൂട്ടം കൂട്ടുക, ഇതൊക്കെ ചെയ്ത് ഇവരെയൊക്കെ ഇതിൻ്റെ പേരിൽ പ്രകോപിതരാക്കി തെരുവുകളിലേക്ക് ഇറക്കി വിട്ട് മറ്റുള്ള മനുഷ്യരെ ഒക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന ആളുകൾ, ഇതിൻ്റെയൊക്കെ സ്വയം വാക്താക്കളായിട്ടുള്ള ആളുകൾ, ഇതിൻ്റെയൊക്കെ സ്വയം വാക്താക്കളാകുന്നതിൽ അഭിമാനിക്കുന്ന ആളുകൾ, ആ ആളുകൾ ഇത്തരത്തിൽ പശുവിൻ്റെ തോലിനാൽ നിർമ്മിച്ച ബാഗുമായിട്ട്, അത് നിർമ്മിച്ച ബാഗുമായിട്ട് പാർലമെൻറ്റിൽ എത്തുന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ ഹെർമസിൻ്റെ ഹെർ ബാഗ് മെസ്സഞ്ചർ 9 എന്ന് പറയുന്ന ബാഗിൻ്റെ വില എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 5 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇത്രയും അധികം പണം ചെലവഴിച്ച് ഇത് വാങ്ങുന്നു, ഇത് ഉപയോഗിക്കുന്നു, ഇവർ തന്നെ ഗോമാതാവിനെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് തെരുവുകളിൽ അക്രമങ്ങൾ അയച്ചു വിടുന്നു, അല്ലേ. അപ്പോൾ ഈ പറയുന്ന ആളുകളുടെ പ്രവൃത്തി ഒന്ന്, ഇവരുടെ സംസാരം, വാക്കുകൾ മറ്റൊന്ന്, അല്ലേ. ഇതല്ലേ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് അധികാരത്തിന് വേണ്ടി പശുവിനെ ഉപയോഗിക്കുക, അതേ ആളുകൾ തന്നെ പശുവിനെ പട്ടിണിക്കിട്ട് കൊല്ലുക, അതേ ആളുകൾ തന്നെ ആ പട്ടിണിക്കിട്ട് കൊന്ന പശുവിനെ അറുത്ത് പീസാക്കി ഹലാൽ സ്റ്റിക്കറും ഒട്ടിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുക, എന്നിട്ട് അതിൻ്റെ പങ്ക് പറ്റിയിട്ട് അത് ഭക്ഷിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ, പശുവിനെ, ഗോമാതാവിനെ വിറ്റ് തിന്നുന്ന ആളുകൾ തന്നെ ഗോമാതാവിൻ്റെ പേരിൽ അത് ഉപയോഗിച്ചു എന്നുള്ള ആരോപണങ്ങൾ ഉണ്ടാക്കിയിട്ട് സാധാരണക്കാരായ ആളുകളെ ആക്രമിക്കുകയും ചെയ്യുന്ന കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ. ഇതിപ്പോൾ ഈ പാർലമെൻറ്റ് സെഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവർ പാർലമെൻറ്റിൽ എത്തിയപ്പോഴുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ. അപ്പോൾ ഈ ഹെർമസിൻ്റെ ബാഗുകൾ അവരുപയോഗിക്കുന്നു. ഹെർമസിൻ്റെ ബാഗുകളോ അതിനേക്കാൾ വില പിടിപ്പുള്ള ബാഗുകളോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കട്ടെ, അതിലൊന്നും ഇവിടെ വിരുദ്ധാഭിപ്രായമില്ല. അപ്പം ഇന്ന് ഇതുമായി ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തുമ്പോൾ ഒരു സംഘ് പരിവാർ പ്രവർത്തകൻ്റെ ന്യായീകരണം എന്താണെന്നറിയോ? നിങ്ങൾക്കെന്താ അവർ അത് ഉപയോഗിക്കുന്നതിൽ? അവരധ്വാനിച്ചുണ്ടാക്കിയ പണത്തിൽ നിന്നല്ലേ അവരത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അതെ, അധ്വാനമായിരുന്നു, നല്ല അധ്വാനമാണ്, വേർപ്പൊഴുക്കിയിട്ടുള്ള അധ്വാനമായിരുന്നു, അല്ലേ, നമ്മളെല്ലാവരും കണ്ടതാണ്.
ബോളിവുഡിൽ നിലയുറപ്പിക്കാൻ വേണ്ടി, തനിക്കൊരു കസേര കണ്ടെത്താൻ വേണ്ടി അവരുടെ കഷ്ടപ്പാടുകൾ എത്രത്തോളമാണ് എന്നുള്ളത് നമ്മൾ കണ്ടതാ. അവരാണ് രാജ്യത്തെ സ്ത്രീകളോടും വിദ്യാർത്ഥികളോടും സദാചാരം വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. ആ വ്യക്തി തന്നെയാണ് സംഘ് പരിവാർ പ്രവർത്തകയാണെന്ന പേരിൽ അഭിമാനിക്കുകയും അതോടൊപ്പം തന്നെ ലക്ഷങ്ങൾ വില പൊടിപ്പുള്ള ഗോമാതാവിൻ്റെ തോല് കൊണ്ട് നിർമ്മിച്ച ബാഗ് ഉപയോഗിക്കുകയും ചെയ്യുന്നത് ഇവർ തന്നെയാണ് അല്ലേ. എന്താണെങ്കിലും നമുക്കതിൽ വേറെ എന്താ പറയേണ്ടത്, കൂടുതൽ നമുക്കിപ്പോൾ അവർ ആ ബാഗ് ഉപയോഗിക്കുന്നതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇവരുടെയൊക്കെ ഇരട്ടത്താപ്പ് അത് സമൂഹത്തിന് മുന്നിൽ തുറന്ന് കാണിക്കണമല്ലോ അല്ലേ. അക്ഷരാർത്ഥത്തിൽ ഇവരൊക്കെ ആരാ? ഗോമാതാവാണ്. ഗോമാതാവിനെ തൊടാൻ പറ്റൂല, ഗോമാതാവിനെ പിടിക്കാൻ പറ്റൂല, ഗോമാതാവിനെ ഭക്ഷിക്കാൻ പറ്റില്ല, അങ്ങനെ പലതുമാണ് വാദങ്ങൾ. ഇതേ ഗോമാതാവിൻ്റെ പേരിൽ കലാപങ്ങൾ ഉണ്ടാക്കുന്നു രാജ്യത്ത്. അതേ ആളുകൾ ഗോമാതാവിൻ്റെ തോല് കൊണ്ടുള്ള ബാഗ് ഉപയോഗിക്കുന്നത് കാണുമ്പോൾ എവിടെയോ എന്തൊക്കെയോ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ കങ്കണ റണൌട്ടിൻ്റെ കാര്യത്തിൽ, ഈ ഒരു ബാഗിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, അവരുടെ ജീവിതം തന്നെ, അവരുടെ പ്രവർത്തികളും അവരുടെ വാക്കും തമ്മിൽ ഒരു പുലബന്ധ പോലും ഇല്ലാത്ത പ്രവർത്തികളാണ്. അപ്പം അവർ കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥിനികൾക്കും രാജ്യത്തെ യുവതികൾക്കും സനാതനധർമ്മത്തിൻ്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏത് സനാതനധർമ്മത്തിൻ്റെ ക്ലാസ്, കൾച്ചർ, മര്യാദ എന്നൊക്കെ പറഞ്ഞ് വിദ്യാർത്ഥിനികളെയും യുവതികളെയും ഉപദേശിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഈ വ്യക്തി തൻ്റെ നിലനിൽപ്പിന് വേണ്ടി അല്ലേ, ഫിലിം ഇൻഡസ്ട്രിയിൽ തനിക്കൊരു കസേര ഉണ്ടാക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ അവർ തയ്യാറായിരുന്നു എന്നുള്ളതാണ് അല്ലേ. അതിനുവേണ്ടി എന്ത് ആഭാസത്തരം കാണിക്കാനും അവർ തയ്യാറായിരുന്നു. തൻ്റെ നഗ്നതകൾ അത്രയും തുറന്നു വെക്കാൻ അവർ തയ്യാറായിരുന്നു. ഇതൊക്കെ തുറന്നു വെച്ച് ഇത് വിറ്റ്, നഗ്നത വിറ്റ് കാശ് ഉണ്ടാക്കിയിട്ട് ആ കാശ് കൊണ്ട് ബാഗ് വാങ്ങുമ്പോൾ നമുക്കതിൽ വിരോധമൊന്നുമില്ല. പക്ഷേ അവിടെ ഒരു മൊറാലിറ്റി എന്ന് പറയുന്ന, അവരിന്ന് ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ മൊറാലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സമൂഹം ചർച്ച ചെയ്യുക തന്നെ ചെയ്യും. അത് ഈ പറയുന്ന ഗോമാതാവിൻ്റെ വിഷയത്തിലും ഇത് തന്നെയാണ് അപ്ലിക്കബിൾ എന്നുള്ളതാണ്.